നമുക്കിന്ന് കൊല്ലത്ത് നിന്നാണ് ആദ്യത്തെ കത്ത്. കത്ത് എഴുതിയിരിക്കുന്നത് ദിനേശ്. പ്രോഗ്രാം സ്ഥിരമായി കാണാറുണ്ട്. പുള്ളി പറയുന്നത് പുള്ളിക്ക് സ്വന്തം മകളുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് കത്ത് എഴുതുന്നത്. 29 വയസ്സായി, വിവാഹം നോക്കുന്നുണ്ട്, ഒന്നും ശരിയാകുന്നില്ല. 7-ൽ രാഹു ദോഷമുണ്ടെന്ന് പറയുന്നു. എന്താണ് തടസ്സ പരിഹാരം നിർദ്ദേശിക്കും? കല്യാണത്തിന് തടസ്സം വരുത്തുന്നതാണ്. അപ്പം അതിൻ്റെ പരിഹാരം നിർദ്ദേശിക്കണം. കൊല്ലത്ത് നിന്ന്. അതായത് 7-ാം ഭാവം, പാട്ട് തന്നെ കേട്ടിട്ടില്ല, 7-ാം സ്വർഗം എനിക്ക് വേണ്ടി. 7 എന്ന് പറയുന്ന ആ രാശി വിവാഹത്തിൻ്റെയും ദാമ്പത്യത്തിൻ്റെ പകുതി ഭാഗവുമാണ്. അതായത് ഒരു അർദ്ധനാരീശ്വര സങ്കല്പം. അതിൽ ലഗ്നഭാവം എന്ന് വെച്ചാൽ ശരീരവും, 2-ാം ഭാവം എഡ്യൂക്കേഷൻ, പ്രവൃത്തി, തൊഴിൽ, വിജ്ഞാനം, 3-ാം ഭാവം ശൗര്യം, വീര്യം, സഹോദരങ്ങൾ, 4 മാതൃകുടുംബം, സൗഖ്യം, മാതൃരാജ്യം, മാതൃസ്ഥലം, 5 സന്താനം, മേൽഗതി, മനസ്സ്, മനഃശക്തി, ഇതൊക്കെ കാണിക്കുന്നതും, 6 ദുരിതം, രോഗം, ദുഃഖം, ശത്രു, 7 പ്രണയം, കാമം, വിവാഹം, ദാമ്പത്യം, ഇങ്ങനെ ഉള്ളതും, 8 ആയുസ്, 9 ഭാഗ്യം, ദയ, പുണ്യം, തപസ്, 10 കർമ്മം, 10-ാം ഭാവം കർമ്മം, അതുപോലെ തന്നെ ചെയ്യുന്ന മേഖലകൾ, ഇടപെടുന്ന മേഖലകളിൽ നിന്നുള്ള ഇൻകം, 11 എന്ന് പറഞ്ഞ ലാഭം, മിച്ചം, ഇവയൊക്കെ കാണിക്കുന്നത് സ്ഥാനമാനങ്ങൾ ഇവയാണ്. 12 ദുഃഖം, ദുരിതം, വ്യയം, ചെലവ്, ദുർമോഹം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇത് 7-ാം ഭാവത്തിലെ രാഹു എന്ന് പറയുന്നത് പിണ്ടാണ്ടമായ ഒരു ഗ്രഹമല്ല. നമ്മളിപ്പോൾ കലണ്ടറിലും പഞ്ചാംഗത്തിലുമൊക്കെ രാഹുകാലം, ഗുളികകാലം, യമകണ്ഠകാലം ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. രാഹുകാലത്തിൻ്റെ യാത്ര പോകരുത്, ഒന്നും ചെയ്യരുത്, കല്യാണം പോലും ഒക്കെ മാറ്റി വെക്കുന്നു. സത്യത്തിൽ കല്യാണമൊന്നും രാഹുകാലത്തിങ്കൽ ഒഴിവാക്കേണ്ടതല്ല. രാഹു എന്ന് പറയുന്നത് സയൻറ്റിഫിക്കായിട്ടൊരു കാര്യം പറയുന്നുണ്ടെങ്കിലും വിഷ സാങ്കല്പിക ഛായാഗ്രഹമായ നിഴലാണ്. സമസ്ത ഗ്രഹങ്ങളുടെയും നിഴലുറഞ്ഞുകൂടി നിഴൽ വീശുന്ന ആ നിഴലിനെയാണ് രാഹു എന്ന് പറയുന്നത്. സിനിമയൊക്കെ സത്യത്തിൽ രാഹുവാണ്. ക്യാമറയിൽ പകർത്തിയിട്ട് ആ നിഴൽ ആണ് കാണിക്കുന്നത്. അപ്പം ഈ നിഴൽ കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ഗുണവുമുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ദോഷവുമുണ്ട്. 7-ാം ഭാവത്തിൽ വരുമ്പോൾ അവിടെ വിഷവുമായി ബന്ധപ്പെടുന്ന, അല്ലെങ്കിൽ അവിടെ ഡാർക്കാക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, തടസ്സമുണ്ടാക്കുന്ന, മാലിന്യമാക്കുന്ന ഒരു ചടങ്ങ് അവിടെ വിവാഹത്തിന് വരുത്തുമെന്നാണ്. അത് കുംഭൻ രാശിയിൽ നിൽക്കുന്ന രാഹു ആണെങ്കിൽ, കുംഭം എന്ന് പറയുന്നത് ആകാശമാനം ഒരു കുടം പോലെയാണ് ആ ആകാശം നിൽക്കുന്നത്. അതായത് സൗരയൂഥങ്ങളെ 12ആയി ഭാഗിച്ചിട്ട് അതിൻ്റെ വടക്ക് ഏതാണ്ട് കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങുന്നത് മീനൻ രാശിയും അതിൻ്റെ പുറയിൽ കാണുന്നത് കുംഭൻ രാശിയുമാണ്. ആ രാശിയിൽ ഉറഞ്ഞു നിൽക്കുന്നത്, വിളങ്ങി നിൽക്കുന്നത് അത് കുടം പോലത്തെ ഒരു ചിഹ്നമാണ്. അവിടെ രാഹു നിന്നാൽ അതിനെ മുൻകാല ജ്യോതിഷികൾ പറയുന്നത് കുടത്തിനകത്ത് കിടക്കുന്ന പാമ്പെന്നാണ്. പാമ്പിനെയാണ് രാഹു എന്ന് പറയുന്നത്. കുടത്തിൽ കിടക്കുന്ന പാമ്പ് കടിക്കില്ലെന്നാണ്. കടിക്കില്ലെന്ന് വെച്ചാൽ അതിന് കടിക്കാൻ നിവൃത്തിയില്ല. കാരണം അത് അതിന് കുടത്തിനകത്തായിപ്പോയി. എടുത്തുകൊണ്ട് പോയാലും മൂടിക്കെട്ടിയാലും, ഇപ്പം വാസുരക്ഷയൊക്കെ പിടിച്ച് കുടത്തിനകത്തും സഞ്ചിയിലൊക്കെ ഇട്ടുകൊണ്ടല്ലേ പോകുന്നു. പിന്നെ അത് ഉപദ്രവിക്കില്ല, അതിനെ അയച്ചങ്ങ് വിടും. അതുപോലെ കർക്കടക രാശി എന്ന് പറയുന്ന ജലരാശിയാണ്. മീനൻ രാശി വെള്ളരാശിയാണ്. ഈ രാശികളിൽ രാഹു കുറഞ്ഞുകൂടി നിന്നാൽ അത് വെള്ളത്തിൽ കിടക്കുന്ന പാമ്പായിട്ടാണ്, അതായത് നീർക്കോലിയായിട്ട് വ്യാഖ്യാനിക്കുള്ളൂ, വിഷമില്ല. ഇങ്ങനെ ചില രാശികളിൽ നിൽക്കുകയും ചില രാശികളിൽ കൂടുതൽ ശക്തി രാഹുവിന് ഉണ്ടതാനും. ഉദാഹരണത്തിന് സകല ക്ഷേത്രങ്ങളുടെയും തെക്കു പടിഞ്ഞാറ് മൂലയിലെ സർപ്പപ്രതിഷ്ഠയുള്ളത് കന്നിരാശി, സർപ്പരാശി എന്നാണ്. ശക്തി കൂടും. മീനൻ രാശിയായി വടക്ക് കിഴക്ക് ഭാഗത്ത് കേതു, ശക്തി കൂടും. അപ്പം ഇങ്ങനെ ചില ശക്തി കൂടുന്ന സന്ദർഭങ്ങളുണ്ട്. ഒരനവധി ഉപമകളും കാര്യങ്ങളും കാരണങ്ങളും പറഞ്ഞ് ഈ രാഹുവിനെ പറ്റി നമുക്ക് പറയാൻ പറ്റുള്ളൂ. ചുരുക്കത്തിൽ ഒറ്റ വാക്കിൽ വിവാഹ തടസ്സം, തർക്കം, കാലതാമസം, അനുഭവക്കുറവ് എന്നിത്യാദി കാര്യങ്ങൾ
കൊണ്ട് വരിക. അതല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഒഴിഞ്ഞു വെച്ചിട്ട് അത് നടക്കാതെ വരിക. അതിൽ നല്ല ബന്ധം വന്നു കഴിഞ്ഞപ്പം രക്ഷിതാക്കൾ ഒരുത്തനെ കൊണ്ട് കെട്ടിച്ചു. പെൺകുഞ്ഞുങ്ങളെ മനസ്സല്ലേ എപ്പോഴും സ്റ്റാർട്ടിങ്ങിലുള്ള മനസ്സിലേക്ക് കിടക്കും. അത് പിന്നീട് ആ വിവരങ്ങളൊക്കെ അറിഞ്ഞ് ദമ്പതികൾ തങ്ങളിലുള്ള കലഹങ്ങൾ, ഒത്തുതീർപ്പാവാത്ത അവസ്ഥകൾ, ആർക്കും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ വയ്യാത്തൊരവസ്ഥ, ഇതെല്ലാം വരുന്ന ആകത്തുകയാണ്. അപ്പോൾ ആ വിവാഹം നടക്കുന്നതിന് ആ ഏഴിലെ രാഹുവിന് കോമണായിട്ട് സർപ്പബലി നടത്തുന്നത് നല്ലതാണ്. കാരണം സർപ്പങ്ങൾക്ക് സംതൃപ്തി വന്നാൽ ഇതിൻ്റെ കാഠിന്യങ്ങൾ കുറയും. ഈ കാഠിന്യം കുറയ്ക്കാനേ പറ്റുള്ളൂ. പിന്നെ ഗോമേതകം എന്ന രത്നം ധരിക്കുക. രാഹുകാലത്തിങ്കൽ രാഹുവിന് 100 പാലും വഴിപാടുകൾ സർപ്പത്തിന് നടത്തുക. സർപ്പത്തിൻ്റെ രാഹു പത്മമിട്ടിട്ട് വെള്ളം, ചന്ദനം, പുഷ്പം, ധൂപം, ദീപം ഇത്യാദി പഞ്ചഭൂത സാരാംശങ്ങളാൽ രാഹുവിനെ ആവാഹിച്ച് സ്വയംവര പുഷ്പാർച്ചനകളൊക്കെ ചെയ്ത് വരുത്തുക. അതുപോലെ രാഹു ഉള്ള ജാതകങ്ങൾ സെലക്ട് ചെയ്യും. ഇപ്പോൾ കാഠിന്യങ്ങൾ ഒക്കെ കുറയും. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ രാഹുവിൻ്റെ ദോഷകാഠിന്യം കുറയുമ്പോൾ പ്രപ്പോസൽസൊക്കെ വരും. എല്ലാം ഇണങ്ങി കിട്ടും എന്ന് വിചാരിക്കരുത്. കുറേയൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യുകയാണെങ്കിൽ ഈ രാഹുവിന് ഈ ദോഷപരിഹാരങ്ങളൊന്നും ചെയ്യേണ്ട നടന്നു പോകും. പക്ഷേ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ ആരും തയ്യാറല്ല. അവനവൻ്റെ പിടിക്കുന്ന മുയലിന് 2 കൊമ്പ്. എനിക്കിങ്ങനെ ന്യൂനതയുണ്ട്, അതൊക്കെ ആണുങ്ങളല്ലേ, അതൊന്നും പ്രശ്നം, അതുപോലെയാണ് പെണ്ണിന് എന്നാവും. പെണ്ണിന് വന്നിട്ടുണ്ടെങ്കിൽ എന്ന് ഒരാൾ സ്നേഹിച്ചു, അല്ലെങ്കിൽ ഒരാൾക്ക് വാക്ക് കൊടുത്തു, അവൻ ചത്തുപോയി, അല്ലെങ്കിൽ അവൻ അസുഖം വന്നു, അല്ലെങ്കിൽ അവൻ ജയിലിൽ പോയി, അല്ലെങ്കിൽ അവൻ വേറെ കെട്ടി, അതാണോ ഇത്ര വലിയ കുറ്റം? ആർക്കും ആരുടെയും കുറ്റമില്ല. അപ്പം സംഭവം നീണ്ടു പോവുക. 10 വയസ്സ്, 32 വയസ്സ്, 42 ഒക്കെയാണ്. ഇതിനൊരു സൊല്യൂഷൻ വന്നെങ്കിൽ വിട്ടുവീഴ്ചകൾ ചെയ്ത് ഈ പറഞ്ഞ പ്രതിവിധികളൊക്കെ ചെയ്യുകയാണെങ്കിൽ സമംഗളം 1 കൊല്ലത്തിനകത്ത് വിവാഹം നടക്കും. അപ്രകാരം നടന്നു കഴിഞ്ഞാൽ വീണ്ടും ദേവാമോഹത്തിലോട്ട് കത്തയക്കുക. കത്തയച്ചതിന് നന്ദി, നമസ്കാരം.